പേടിക്കുന്ന കുട്ടികൾ. മഞ്ഞുകാലം ഭയങ്കരമായിരിക്കുന്നു. നമ്മുടെ ശരീരം നമ്മൾ വേണം സൂക്ഷിക്കാൻ. പ്രിൻസിപ്പൽ എല്ലാരോടും രാവിലെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, 2 ദിവസത്തിനുള്ളിൽ ഡോക്ടർ വന്ന് നിങ്ങൾക്കെല്ലാം ഇഞ്ചക്ഷൻ തരും. ഹെൽത്തി ആയിരിക്കുന്ന കുട്ടികൾക്കെല്ലാം ഞാൻ ഗ്രേഡ് ഇടാൻ പോവുകയാണ്. ഇന്ന് എല്ലാ വിദ്യാർത്ഥികളും ഇഞ്ചക്ഷൻ എടുത്തേക്കണം. ആരൊക്കെ പേര് തന്നിട്ടുണ്ടോ അവരൊക്കെ തീർച്ചയായിട്ടും എടുത്തേക്കണം. ക്ലാസ് തീർന്നതും എല്ലാ കുട്ടികളും ഇഞ്ചക്ഷൻ ഇടാനായി പേര് കൊടുക്കണം. കുസൃതി കാണിക്കാതെ എല്ലാവരും ക്യൂയിൽ നിൽക്കണം. സൂസി, നീയാണ് ഇതിനെല്ലാം ഇൻചാർജ്. ഓക്കെ? എന്താ ബ്രാൻഡോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാ കരയുന്നേ? ആരെങ്കിലും നിന്നെ അടിച്ചുവോ? ഇല്ല മിസ്, ഞാൻ കരഞ്ഞില്ല, ഞാൻ ആവിയിട്ടതാ. എങ്കിൽ മിണ്ടാതെ അവിടെ ഇരിക്കെ. നിന്റെ പേര് വിളിക്കുമ്പം ചെന്നാ മതി. ലിയോ, നീയാണ് ആദ്യം. വേഗം ചെന്നിട്ട് വാ. ശരി മിസ്. അവന് വേദനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കേട്ടിട്ട് തന്നെ പാവം തോന്നുന്നു. എന്തിനാ മൂക്ക് പിടിച്ചോണ്ട് പോന്നെ? ലിയോ, നിന്നെ ഇഞ്ചക്ഷൻ ഇട്ടപ്പോ വേദനിച്ചോ? വായി തുറന്ന് സംസാരിക്കൂലയോ? എന്ത് പറ്റിയെന്ന് പറയൂ. എനിക്ക് ഇഞ്ചക്ഷൻ ഇട്ടതല്ല വേദന. വേഗം ഓടി ചെന്നപ്പം താഴെ വീണ് മൂക്ക് കുത്തി പൊട്ടിപ്പോയി. അയ്യോ പാവം. ഒരുപാട് ഫീൽ ചെയ്യരുത് ബ്രാൻഡോ. അടുത്തത് നീ ആയിരിക്കും. വന്ന് നിക്ക്. എന്താവാൻ പോണോ എന്ന് എനിക്ക് പേടിയാവുന്നു. വന്ന് നിക്കാൻ പറഞ്ഞ ഉടനെ മുന്നിൽ കയറി നിൽക്കുന്നു. പുറകെ പോയി നിക്കടാ. ശരി ശരി. നിനക്കെന്താ ഭ്രാന്താണോ? നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ആകെ പേടിച്ചിരിക്കുമ്പോഴാ നീ വീണ്ടും പേടിപ്പിക്കുന്നെ. ഹാരി, അടുത്തത് നീയാണ്. വാ. വന്നോ മിസ്. അടുത്തത് ഞാനായിരിക്കുന്ന തോന്നുന്നു. അവൻ ഒച്ച ഉണ്ടാക്കുന്നത് കണ്ടില്ലേ? അയ്യോ, അവന് വേദനിക്കുന്നുണ്ടാവോ? അയ്യോ, സൂചി കുത്തിയ വേദനിക്കൂ. ഹാരി, നിനക്ക് വേദനിച്ചോ? എന്തിനാ അത് ചോദിച്ചറിയുന്നത്? അടുത്തത് നീ തന്നെയായിരിക്കും. എനിക്ക് പേടിയാവുന്നു. ഇല്ല, എനിക്ക് സൂചി കുത്തിയില്ല. എന്ത്? നിനക്ക് സൂചി കുത്തിയില്ലേ ഹാരി? ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാ വന്നിരിക്കുന്നത്. എന്റെ അമ്മ എന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ ഇട്ടതാണല്ലോ. അടുത്തത് ഞാനാന്നോ തോന്നുന്നു. ജെറി, ബ്രാൻഡോ, നിങ്ങൾ രണ്ടുപേരുമാണ് ഇനി ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. ഉടനെ തന്നെ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ഏയ് ബ്രാൻഡോ, എന്താ പേടിച്ചോടാൻ നോക്കാ? ഇല്ല ഇല്ല ഇല്ല, ഞാനിപ്പം വരാം. എവിടെ പോവാന്ന് പറഞ്ഞിട്ട് പോ. വലിയ ശല്യമായിരുന്നു. നിനക്ക് പേടിയല്ലേ? സത്യം പറ. എന്താടാ? നീ ഒരു ഭീരുവാണെന്ന് നീ തന്നെ സമ്മതിക്കെങ്കിലും നിന്നെ വിടൂ. ഞാൻ ഭീരുവാണ്. സത്യാണ്. പക്ഷെ നീ നന്നായി പഠിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ളവർ വലുതായതും നല്ല ബുദ്ധിശാലികളാവും. പേടിത്തൊണ്ടൻ. എന്തിനാ ബ്രാൻഡോയെ മാത്രം പറയുന്നത്? നിങ്ങൾക്ക് ആർക്കും പേടിയില്ലേ? ലീല, ഞാൻ പറയുന്നത് കേൾക്കൂ. നിന്നെ കണ്ട് നല്ലപോലെ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ എന്നെ കണ്ട് ധൈര്യശാലിയായി ഇരിക്കാനും നീ പഠിക്കണം കേട്ടോ. ഒന്നിനെ പേടിക്കരുത്. എനിക്ക് നിന്നെ പോലെ പേടിയായിരുന്നു. ഇപ്പൊ ധൈര്യശാലിയായില്ലേ? മായക്കണ്ണൻ എന്നെ സഹായിക്കുവോ? ഇതിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? ലീന, നീ മായക്കണ്ണനോട് സഹായം ചോദിക്കോ. ഇവനെ കണ്ടാ പാവം തോന്നുന്നില്ലേ? ഞാൻ ഫോൺ ചെയ്യാം. ജെറി അവനെ പേടിപ്പിക്കുന്ന നിനക്ക് അറിയില്ലേ? ശരിയാണ്. പക്ഷെ അവൻ എപ്പോഴും പേടിയായതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അവനെ സഹായിക്കാൻ പോകുന്നതേ ഇല്ല. നമുക്ക് അവന് നല്ലൊരു പാഠം പഠിപ്പിച്ച് അവനെ ഇനി പേടിയില്ലാതാക്കണം. അവൻ എന്താ ചെയ്യുന്ന ഞാൻ നോക്കട്ടെ. അക്കുത്തിക്കുത്താന വരുമ്പത്തെ മായക്കണ്ണന്റെ കണ്ണുകൊണ്ടൊരു മായാജാലം. ബ്രാൻഡോ ഒരു ഭീരു. ഒന്ന് ചെയ്യാൻ ലീനെ. ബ്രാൻഡോയുടെ ഭയം ജെറിക്ക് കൊടുക്കാം. അത് മതിയാവില്ലേ നിനക്ക്? ജെറി, നീ അധികം സംസാരിക്കുന്നു. ബ്രാൻഡോ, നീ പോയി ഇഞ്ചക്ഷൻ എടുത്തോ. നിന്റെ ഭയമൊക്കെ മായക്കണ്ണൻ ജെറിക്ക് കൊടുത്തു. അതെയോ? ഞാൻ ഇനി പേടിക്കേയില്ല. എന്ത്? മായക്കണ്ണന് ഞാൻ ഒരു ദ്രോഹം ചെയ്തില്ലല്ലോ. എന്നിട്ടും അവൻ ഈ ചതി എന്നോട് കാണിച്ചത്? എനിക്കൊരു ശക്തി വന്ന പോലെയുണ്ട്. അവൻ എന്നോട് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ജെറി, അടുത്തത് നീയാണ്. വേഗം വാ. എനിക്ക് ഒന്നിനു വരുന്നു. ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം. ശരി, നീ പോ. അടുത്തതാരാണ്? അടുത്തത് ഞാനാണ് മിസ്. ഇതോ വരുന്നു. ഇനി ജെറി മാത്രമാണ് ബാക്കി. വേഗം ചെല്ലേ. നിനക്ക് വേദനിച്ചോ ബ്രാൻഡോ?
ഇല്ല, എനിക്ക് സൂചി കുത്തിയ പോലെ ഇല്ല. ജെറി, സമയാവുന്നു, വേഗം ചെല്ലേ. എനിക്ക് പേടിയാവുന്നു. ലിയോ, ഹാരി, അവനെ വേഗം ഡോക്ടറെ കൊണ്ടുപോകൂ, വേഗം. എനിക്ക് വേണ്ട, പറയുന്നു കേക്ക്. അവൻ പേടിച്ച് വീണ്ടും ബാത്റൂമിലേക്ക് പോവുക. ലീന, നീ മയക്കണ്ണനോട് എന്റെ നന്ദി പറയൂ. ഞാൻ എന്നെ സൂചി കുത്താൻ പേടിക്കേയില്ല. ജെറി ഇഞ്ചക്ഷൻ ഇടാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. പക്ഷെ ബ്രാൻഡോ സാധാരണയായിട്ട് പോയിട്ട് വന്നു. ഇതിനു വേണ്ടി ബ്രാൻഡോ നിനക്ക് താങ്ക്സ് പറയാൻ പറഞ്ഞു. അവൻ ഐസ്ക്രീം വാങ്ങിച്ചു തരുമെന്ന്. കൊള്ളാം, പക്ഷെ ഞാൻ നിങ്ങളെ ആരും സഹായിച്ചില്ലല്ലോ. എന്താ പറഞ്ഞേ? നീയല്ലേ ബ്രാൻഡോയുടെ പേര് ജെറിക്ക് കൊടുക്കാന്ന് പറഞ്ഞു. പറഞ്ഞത് ശരിയാ, പക്ഷെ അങ്ങനെ ബ്രാൻഡയുടെ ഭയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവന്റെ ഭയം സ്വയം പോണം. അതാ അങ്ങനെ ചെയ്യാതിരുന്നത്. നീ ഒരു ബുദ്ധിശാലിയാടാ. എനിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ല. ഉടഞ്ഞ ഘടികാരം. ഒരു ആപ്പിൾ ന്യൂട്ടന്റെ തലയിൽ വീണെന്ന്. അത് വെച്ച് അദ്ദേഹം ഭൂഗർഭ ശക്തി കണ്ടുപിടിച്ചെന്ന്. അതുപോലെ ഒരു ആപ്പിൾ എന്റെ തലയിൽ വീണാൽ എങ്ങനെ ഇരിക്കും? ഏത് ആപ്പിളിനെ കുറിച്ചാ പറയുന്നത്? സ്വപ്നത്തിൽ വരാറുണ്ടല്ലോ, അതാണോ? എടാ വട്ടേ, ഞാൻ സയന്റിസ്റ്റിനെ കുറിച്ചാ പറയുന്നത്. അയാളുടെ തലയിൽ വീണ ആപ്പിൾ എന്താ അത്രയ്ക്ക് സ്വാദുള്ളതാ? അതെങ്ങനെ എനിക്കറിയാൻ പറ്റാ? ന്യൂട്ടൻ അയാളുടെ തലയിൽ വീണ ആപ്പിൾ എടുത്ത് തിന്നു കാണും. അതിന്റെ സ്വാദ് നന്നായിരുന്നു കാണും. അതായിരിക്കും അങ്ങനെ എഴുതിയത്. ഇതിനൊക്കെ മിണ്ടാതിരിക്കടാ, വെറുതെ എന്തിനാ ഓരോന്ന് പറയുന്നേ? ഞാൻ എന്ത് പറഞ്ഞു? നീ അവരിത് കണ്ടുപിടിച്ചു, ഇവരിത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബ്ദുൽ കലാമിനെ പോലെ ഞാനൊരു സയന്റിസ്റ്റ് ആവാൻ പോവാ. കണ്ടുപിടിപ്പൊന്നും അത്ര വലിയ കാര്യമൊന്നും അല്ല ലീനെ. നീ അങ്ങനൊക്കെ പറയും. സയന്റിസ്റ്റ് ആവാൻ ഞാൻ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. നിന്നെ അന്വേഷിച്ച് വരുമായിരുന്നു. അപ്പോഴത്തേക്ക് എത്തിയോ? സ്റ്റൗവിൽ സൂപ്പ് വെച്ചിട്ടുണ്ട്, നോക്കിക്കോ, ഞാൻ ഉടനെ വരാം. എന്താ ഇത്? ഞാൻ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് സയന്റിസ്റ്റ് ആവാന്ന് വിചാരിച്ചപ്പോ ഈ എഡിസൺ ഉണ്ടല്ലോ, അയാള് ഒരുപാട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഘടികാരം പീസ് പീസ് ആക്കിയത് എങ്ങനെയാ ജോലി ചെയ്യുന്നതെന്ന് നോക്കി. ഞാനും അയാളെ പോലെ ഘടികാരം എങ്ങനെയാ ജോലി ചെയ്യുന്നത്, അലാറം അടിക്കുന്നതെന്ന് നോക്കാൻ പോവാ. എന്റെ വിജയം ഇവിടെ തുടങ്ങുന്നു. ആദ്യ ശബ്ദം എവിടുന്നാ വരുന്നതെന്ന് കണ്ടുപിടിക്കണം. എനിക്ക് ഇവിടുന്ന് പറന്നുപോയി ഹിമാലയത്തിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ട്. എടാ, രജനീകാന്ത് അല്ലാതെ വേറെ ആരും അവിടെ പോയിട്ടേ ഇല്ലടാ. ഓ, ആ തമിഴ്നാടനോ? ഈ ഘടികാരത്തിന്റെ കാര്യത്തിൽ എന്നെ സഹായിക്കോ? എനിക്കതൊന്നും പറ്റില്ല, ഞാൻ പൂച്ചയായി മാറാൻ പോവാ. നീ ചെയ്യുന്നത് ശരിയല്ല മയക്കണ്ണ. ഘടികാരത്തിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ ഉള്ളോന്ന് നോക്കണ്ടേടാ. ഉടനെ നീ അങ്ങ് സയന്റിസ്റ്റ് ആവോ? നീ വേണ്ട, ഞാൻ നോക്കിക്കോളാം. അയ്യോ, ഇത് പീസ് പീസ് ആക്കി ഞാനാണ് genius. നിന്റെ സഹായം ഇല്ലാതെ ഞാൻ എങ്ങനെ ഘടികാരം പീസ് പീസ് ആക്കിയെന്ന് കണ്ടോ? ഇത് ഞാൻ വീണ്ടും പഴയതുപോലെ ആക്കാൻ പോവാ. ആ ഘടികാരം എങ്ങനെയാ സെറ്റ് ചെയ്യുന്നത് നിനക്കറിയാവോ? ലീനെ, നീ ഇവിടെ എന്ത് ചെയ്യാ? ഞാൻ സ്റ്റൗവിൽ സൂപ്പ് വെച്ചിട്ടുണ്ട്, അത് നോക്കിക്കോളാൻ പറഞ്ഞല്ലേ? ക്ഷമിക്കമ്മേ, ഞാനിവിടെ ഒരു ഗവേഷണത്തിലാ. എന്താ അങ്ങനെ ഒരു ഗവേഷണം? ആ, എന്തിനാ നീ ഈ ഘടികാരം ഇങ്ങനെ പീസ് പീസായി ഊരിയിട്ടിരിക്കുന്നത്? ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നെന്ന് നോക്കാൻ വേണ്ടി. എന്ത് അഹങ്കാരം ഉണ്ടെങ്കിൽ നീ ഇങ്ങനത്തെ പണി കാണിക്കും. ഇനി ഞാൻ നിനക്ക് പോക്കറ്റ് മണി തരില്ല. അത് മാത്രമല്ല, ഇനി 2 ആഴ്ചത്തേക്ക് ഐസ്ക്രീമും ഇല്ല. ഇത് ശരിയല്ലെന്റെ അമ്മേ. ഇതുപോലെ ഇനി എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ. ഞാനൊരു സയന്റിസ്റ്റ് അല്ലേ, ഇത് വീണ്ടും പഴയ സ്ഥിതിയിലാക്കാൻ എനിക്ക് പറ്റും. നീ ഇങ്ങനൊക്കെ ചെയ്യുന്നതിന് പകരം ഒരു കഥയെഴുത്തുകാരി ആയാൽ വലിയ കവയത്രിയാവാൻ പറ്റും.
മായക്കണ്ണ നിന്റെ സഹായം എനിക്ക് വേണം. എന്നെ കൊണ്ട് ആ ഘടികാരം സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊന്നും എനിക്കറിയില്ല, എനിക്ക് ഉറക്കം വരുന്നു. ദേ നോക്ക് മായക്കണ്ണ, നീ ഉടനെ തന്നെ എന്നെ സഹായിക്കണം. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞു തോലക്കേ. ഘടികാരം സെറ്റ് ചെയ്തതാ. അതെന്തിനാ നീ അങ്ങനെ ഊരിയിട്ടത്? എഡിസൺ അങ്ങനെയാ ചെയ്തത്, അതുകൊണ്ടാ ഞാനും ഒന്ന് ശ്രമിച്ചത്. സയന്റിസ്റ്റ് ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ അവര് തന്നെയാണ് തീർക്കാറ്. ഇത് ഞാൻ ശരിയാക്കിയെങ്കിലേ അമ്മ എനിക്ക് പോക്കറ്റ് മണി തരൂ. അതിന് ഞാനെന്ത് ചെയ്യണം? അമ്മ കാശ് തന്നാലല്ലേ ഐസ്ക്രീം ആയി തരാൻ പറ്റൂ. നീ എന്ത് പറയുന്നു? നീ കുടുങ്ങിയത് പോരാഞ്ഞിട്ട് പാര എനിക്കിട്ടും പണിതല്ലേ? അക്കുത്തിക്കുത്താന വരുമ്പത്തെ മായക്കണ്ണന്റെ കണ്ണെ കണ്ടുകൊണ്ടൊരു മായാജാലം. നീ വിജയിച്ചു മായക്കണ്ണ. എന്ത് പറ്റി ഡാർലി? ഇന്ന് സൂപ്പ് നീ ഉണ്ടാക്കിയില്ലേ? സൂപ്പ് ഞാൻ തന്നെ ചെയ്തത്. ലീനെ നോക്കാൻ പറഞ്ഞിട്ട് പോയി. അവളേതോ ഗവേഷണം ചെയ്യാൻ പോയ ഗതിയാ ഇത്. അതെയോ? എന്താണ് പരീക്ഷിച്ചതെന്ന് പറയൂ. ഘടികാരത്തിൽ എങ്ങനെയാ അലാം അടിക്കുന്നെന്ന് നോക്കാൻ വേണ്ടി ഊരിയതാ. നിന്റെ പ്രായത്തിൽ ഞാൻ ഇതൊക്കെ തന്നെയാ ചെയ്തു മോനെ. ക്ലോക്ക് ഞാൻ മൊത്തം അഴിച്ചു മാറ്റി, പക്ഷെ അത് ജോയിൻ ചെയ്യാൻ പറ്റാതെ പോയി. ഈ പ്രായത്തിൽ അവരെ ചീത്ത പറയരുത്, പ്രോത്സാഹിപ്പിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അവൻ വലിയൊരു സയന്റിസ്റ്റ് ആവും. എന്റെ അച്ഛൻ ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. കുറച്ചു നേരം കൂടി ഉറങ്ങാന്ന് വെച്ചാ അതിനുള്ളിൽ സമയായി. എന്താ ഇത് 3 മണിയായുള്ളൂ? 7 മണിക്കല്ലേ എല്ലാം സെറ്റ് ചെയ്തത്. എന്ത് പറ്റി ഈ ഘടികാരങ്ങൾക്കൊക്കെ? ലീനെ, നീ ഘടികാരം സെറ്റ് ചെയ്തെന്നല്ലേ പറഞ്ഞത്? ഇത് കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല. നിനക്കിനി 2 മാസത്തേക്ക് പോക്കറ്റ് മണി തരുന്നതേ അല്ല. എല്ലാം ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ എന്താ തെറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാനാകെ ടയേർഡാ. ഞാനും തന്നെ. വിഷമിക്കണ്ട, ഇപ്രാവശ്യം ശരിയാക്കാം. ഞാനും അതാ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ ശ്രദ്ധ മറ്റെവിടെയായിരുന്നു. എല്ലാത്തിനും നീ കാരണല്ലേ? എന്നോട് ക്ഷമിക്ക്. ഇങ്ങനെ നടന്നതിനൊക്കെ ഞാനല്ലേ കാരണം. സാരമില്ലടാ, അതിൽ എന്റെയും പങ്കുണ്ടല്ലോ. ഓ, അത് ശരി. നീ എന്നെ സഹായിക്കാൻ ശ്രമിച്ചു, അതിന് ഞാൻ നിനക്കൊരു സമ്മാനം വെച്ചിട്ടുണ്ട്. ദാ ഉടനെ വരാം. നിനക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം കൊണ്ടുവന്നതാ. ഞാൻ ഈ ഘടികാരം ശരിയാക്കിയിട്ട് കഴിച്ചോളാം. ഞാനും ഒരു സയന്റിസ്റ്റ് ആവാൻ തീരുമാനിച്ചു. നിങ്ങളുടെ വ്യായാമ പരീക്ഷ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ലോങ് ജമ്പ് മത്സരം അവസാനിപ്പിച്ചു. സുസീത വളരെ മനോഹരമായിട്ട് ചെയ്തു. മറ്റുള്ളവരൊക്കെ ഒരു ഏകദേശം മാത്രമേ ഉള്ളൂ. റിമോട്ട് കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇയാള് സംസാരിക്കുന്നൊക്കെ ഫോർവേഡ് ചെയ്യായിരുന്നു. ഇപ്പോഴെന്തിനാ ആവശ്യമില്ലാതെ ചിരിക്കുന്നില്ല? നിനക്കൊരു സത്യം അറിയാവോ? ഉള്ള സ്പോർട്സിൽ മൊത്തം നീ വീക്കാണ്. ബുദ്ധിശാലികൾക്ക് ബല ആവശ്യമില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ബുദ്ധി കൂടുതലുള്ളവർക്ക് ശക്തി വേണ്ടെന്ന് ആരാ പറഞ്ഞത്? ഞാൻ മനസ്സിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എങ്ങനെ കേട്ടത്? നിങ്ങൾ ജിം മാസ്റ്ററോ മാജിക് മാസ്റ്ററോ? നമ്മൾ ഇന്നു മുതൽ സിറ്റപ്പ് എക്സസൈസ് ചെയ്യാൻ പോകുന്നു. അതിന്റെ ടെസ്റ്റ് അടുത്ത ആഴ്ച ഉണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, മനസ്സിലായോ? സിറ്റപ്സിൽ ഞാൻ സൂസിയെക്കാളും നന്നായിട്ട് വരും. നോക്കിക്കോ സാർ, എങ്ങനെയാ ചെയ്യണ്ടേ? എങ്ങനെ ചെയ്യണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ മുട്ടിന്റെ അടുത്ത് തല വരണം, മനസ്സിലായോ? മനസ്സിലായി സാർ. ലീനെ, എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായോ? ആ, കണ്ടു സാർ. ഈ സാറിന്റെ ശല്യം സഹിക്കാൻ വയ്യാതായി. നീ എന്തിനാ ഈ എക്സസൈസ് ചെയ്യാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇത് വളരെ ഈസി ആണല്ലോ. എന്താ അതിനുള്ളിൽ തീർത്തത്? ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. നീ എന്നെ ഡിസ്റ്റർബ് ചെയ്തൊന്ന് പോവും അവിടുന്ന്. നീ മാത്രം ചെയ്തോണ്ടിരുന്ന പിന്നെ ഞാൻ എപ്പോഴാ ചെയ്യാ? ശരി, ഇപ്പൊ നിന്റെ ടേൺ. ആ, ആ, ആ. നന്നായി ശ്വാസം വലിച്ചു പിടിച്ചെണ്ണീക്ക്. ലീനെ, നിനക്ക് ലോങ് ജമ്പ് ശരിക്കും വരുന്നില്ല, സിറ്റപ്പ് എക്സസൈസും വരുന്നില്ല. നീ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇനിയും പ്രാക്ടീസ് വേണം സാർ. സുസി, ഇങ്ങോട്ട് വാ. ലീനയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുക്ക്. സൂസി നമ്മളെ എല്ലാരെക്കാളും വളരെ നന്നായി ചെയ്യുന്നുണ്ട്. എന്നെ
അവളേക്കാൾ വളരെ സ്പീഡായി ചെയ്യുന്നു. ഇവൾ മാത്രമല്ല, ഇവൾ ഭാവിയിൽ വലിയൊരു ബോഡി ബിൽഡർ ആകും. ലീനെ, ടെസ്റ്റിന് ഇനി ഒരാഴ്ചയേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സുസീയുടെ അടുത്ത് ചോദിച്ചേക്ക്. നിങ്ങൾ വിഷമിക്കേണ്ട സാർ, എല്ലാ കുട്ടികളെയും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം. സൂസിയോട് സഹായം ചോദിക്കാൻ വിഷമം തന്നെയാ. അവളല്ലാതെ മറ്റാരെങ്കിലും എന്നെ സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ. വാ സൂസി. സൂസി, നീ എപ്പോ? ഓ, നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഞാൻ നിനക്ക് പറഞ്ഞു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു അല്ലേ എലീന? പക്ഷേ സൂസി കുറച്ച് ബിസിയാ. നീ വേണേ ഒന്ന് കെഞ്ചി ചോദിച്ചോ. എനിക്ക് ആരുടെയും സഹായം വേണ്ട. ഞാൻ സൂസിയെക്കാളും നന്നായി സിറ്റപ്സ് ചെയ്യും. നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ നിന്റെ ഇഷ്ടം. നീ എന്താ ചെയ്യാൻ നോക്കി ഞങ്ങളൊന്ന് കാണട്ടെ. വരൂ, നമുക്ക് പോകാം. മയക്കണ്ണാ, നീ എന്നെ സഹായിക്കണം. ഈ സിറ്റപ്പ് ഒരു വിധത്തിലുള്ള എക്സസൈസ് അല്ലേ? അതെ, വലിയ കഷ്ടപ്പാടാ. നീ ഒന്ന് ശ്രമിക്കുന്നോ? ഞാൻ ശരിക്ക് ചെയ്യുന്നുണ്ടോ? സത്യം പറഞ്ഞ നീ എന്നെക്കാൾ നന്നായി ചെയ്യുന്നുണ്ട്. എനിക്കാ ശരിക്ക് വരാത്തത്. നിന്റെ മാസ്റ്റർ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവുമല്ലോ, അതുപോലെ ചെയ്യേ. എന്നെ കൊണ്ട് ഒന്നുപോലും അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ ഒന്ന് സഹായിക്കേ. എനിക്ക് പറ്റില്ല. ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും എന്നെ കളിയാക്കൂ. സൂസി എന്നെ വെറുതെ വിടില്ല. നിനക്ക് സന്തോഷം? നിനക്ക് വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കാം. നീ സഹായിക്കുന്ന എനിക്ക് അറിയാവുന്ന മയക്കണ്ണ. ഇന്ന് സ്കൂളിൽ പോയി സൂസിയാണോ ഞാനാണോ എന്നൊരു കൈ നോക്ക എന്നെ. നീ സൂസിനേക്കാളും വളരെ നന്നായി പ്രാക്ടീസ് ചെയ്തു എന്നറിഞ്ഞു. ഇന്നലെ ഒരു ദിവസം കൊണ്ട് നീ എല്ലാം പഠിച്ചു കഴിഞ്ഞോ? ഒരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നല്ലോ, പോരെ? പക്ഷേ അത് വിഷമിക്കണ്ട, ഞാൻ ജയിച്ചു കാണിക്കാം. ഇപ്പൊ മേരിയുടെ ടേൺ. അടുത്തത് സൂസിയും ലീനയുമാണ്. പൂച്ചക്കുഞ്ഞിനെ കാണാൻ നല്ല രസമുണ്ട്. പൂച്ചക്കുഞ്ഞെ, നിനക്ക് ഐസ്ക്രീം തരട്ടെ? വേണോ? നിനക്ക് ഇനി ഐസ്ക്രീം വേണമെങ്കിൽ എന്റെ കൂടെ വാ. 41, 42, 43, 44. പെട്ടെന്ന് മയക്കണ്ണിനെ കാണാനില്ല. അയ്യോ, ഞാൻ ഒരുപാട് ഐസ്ക്രീം കഴിച്ചു. സോറി ലീന, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. സമയം തീർന്നു പോയി. സുസി, നീ ഒരു നിമിഷത്തിൽ 50 പ്രാവശ്യം ചെയ്തിരിക്കുന്നു. ഇത് സൂപ്പർ സ്കോർ. അത് മാത്രമല്ല, ക്ലാസ്സിൽ നീയാണ് ഫസ്റ്റ്. ഇപ്പോൾ ലീനയാണ് ചെയ്യേണ്ടത് സാർ. ഇപ്പോൾ എന്നേക്കാൾ ജാസ്തിയാ ചെയ്യുമെന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണോ സുസി? നീ റെഡിയാണോ ലീന? ഞാൻ ഇന്നലെ തന്നെ റെഡിയാ സാർ. തുടക്കമേ ഇങ്ങനെയാണോ? സമയം തീർന്നു പോയി ലീന. പക്ഷെ നിന്നെ കൊണ്ട് ഒന്നുപോലും ചെയ്യാൻ പറ്റിയില്ല. നിനക്ക് 2 ആഴ്ച സമയം തരാം. അതിന്റെ ഉള്ളിൽ നന്നായിട്ട് പഠിച്ചോ. മയക്കണ്ണൻ എന്നെ ചതിച്ചു. ഞാൻ ക്ഷമ ചോദിച്ചില്ലേ, എന്നിട്ട് എന്താ നീ എന്നോട് മിണ്ടാത്തെ? നിന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മായക്കണ്ണ. എല്ലാം എന്റെ തെറ്റ. ഞാനല്ലേ കഷ്ടപ്പെട്ട് ചെയ്യേണ്ടിയിരുന്നെ. നിനക്ക് പകരം ഞാൻ ചെയ്യട്ടെ? വേണ്ട വേണ്ട, കഷ്ടപ്പെട്ടാലും ഇന്ന് മുതൽ വ്യായാമം ഞാൻ തന്നെ ചെയ്യാൻ പോവാ. നീ വേണമെങ്കിൽ കൂടെ ചെയ്തോ. തീർച്ചയായും. അങ്ങനെ തന്നെ ലീന. 1 അല്ല 2 അല്ല, നിന്നെ കൊണ്ട് പല പ്രാവശ്യം അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതുപോലെ ധൈര്യം പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് വേണേലും ചെയ്യാം. ഓക്കേ മായക്കണ്ണ, ഞാൻ സ്കൂളിൽ പോവാം. ലീന, സ്കൂളിൽ ചെന്ന് ധാരാളം സിറ്റപ്പ് ചെയ്യണേ. നിന്റെ സഹായം മാത്രം ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു മായക്കണ്ണ. അങ്ങനെ തന്നെ. സാരമില്ലല്ലോ, നന്നായി ചെയ്യുന്നു. നിനക്ക് കൊടുത്ത സമയം തീർന്നു ലീന. നീ ഒരു നിമിഷത്തിന് 60 പ്രാവശ്യം ചെയ്യുന്നു. നിനക്ക് റിവാർഡായിട്ട് 60 മാർക്ക് തരുന്നു. ക്ലാസ്സിൽ നീയാണ് ഫസ്റ്റ്. മായം മായം മായം, ജാലം 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 മനസ്സിനു